ലോകാ സമസ്താ സുഖിനോ ഭവന്തു. 2026 സമ്പൂർണ്ണ വർഷഫലം. എല്ലാവർക്കും ശ്രീദേവി അസ്ട്രോളജിയുടെ പുതുവർഷാശംസകൾ. ഈ പുതുവർഷം സുഖവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു തുളുമ്പുന്ന വർഷമാകട്ടെ ഈ 27 നക്ഷത്രക്കാർക്കും എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. 2026 വ്യാഴാഴ്ചയാണ് പുതുവർഷം പിറന്നത്. ദേവഗുരുവായ ബൃഹസ്പതി, അതായത് വ്യാഴഗ്രഹം, ഗുരു ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം നിറഞ്ഞ ദിവസമാണ് വ്യാഴം. ജ്യോതിശാസ്ത്രപ്രകാരം ധനകാരകനാണ് വ്യാഴഗ്രഹം. വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ നടത്തുന്നത് മൂലം ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഈ വർഷം മുഴുവൻ ഉണ്ടായിരിക്കും. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ നാമങ്ങൾ ഭക്തിയോടുകൂടി ഉരുവിട്ട് വേണം വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. ഭഗവാനെ, എനിക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും മനസമാധാനവും നല്ല മക്കളെയും തന്നനുഗ്രഹിക്കണമേ, ബുദ്ധിശക്തിയും സൗഭാഗ്യങ്ങളും ഉണ്ടാകണമേ എന്ന ന്യായമായ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. വ്യാഴാഴ്ചകളിൽ ദാനധർമ്മം അർഹതപ്പെട്ടവർക്ക് നൽകുന്നത് മുൻജന്മ പാപങ്ങൾ നശിക്കാൻ സഹായിക്കും. പൊതുവെ എല്ലാ നക്ഷത്രക്കാർക്കും അഭിവൃദ്ധിയും സമാധാനവും നിറഞ്ഞ വർഷമായിരിക്കും ഈ 2026. പൂജയിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ജനനസമയം, നക്ഷത്രം ഇവ രേഖപ്പെടുത്തേണ്ടതാണ്. വിവാഹം, ജോലി, വീട്, ആഗ്രഹസാഫല്യം എന്നിവ ലഭിക്കാനായി ഭാഗ്യസൂക്താർച്ചന, പാൽപ്പായസം വഴിപാട് ഇവ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ ചെയ്യുന്നത് ഉത്തമമാണ്. കാരണം വ്യാഴഭഗവാൻ ധനകാരകനാണ്, ധനാധിപനാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യവും പരീക്ഷാ വിജയവും ഉത്സാഹവും വർദ്ധിക്കാൻ പാൽപ്പായസം വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിൽ കഴിക്കുന്നത് അഭികാമ്യമാണ്. ജാതകത്തിൽ വ്യാഴദശാകാലമോ ബുധദശാകാലമോ നടക്കുന്ന ജാതകർക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ അപകാരകാലങ്ങൾ വ്യാഴാപകാരകാലം, ബുധാപകാരകാലം എന്നിവ നടക്കുന്ന ജാതകർക്ക് കൂടുതൽ ഗുണപ്രദമാണ് ഈ വർഷം. ഇവർക്ക് വിവാഹം, ആഗ്രഹസാഫല്യം, ജോലി, ബിസിനസ്, ഭൂമി, വിദേശയാത്ര എന്നിവ സാധ്യമാകും. അതായത് ഐശ്വര്യങ്ങളുടെയും കാലമായിരിക്കും എന്ന് ചുരുക്കം. കാരണം വ്യാഴഗ്രഹത്തിൻ്റെയും ബുധഗ്രഹത്തിൻ്റെയും അധിപൻ മഹാവിഷ്ണുവാണ്. വ്യാഴൻ ധനകാരകനാണ്. ധനം വാരിക്കോരി കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം. കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾക്കായി മാസത്തിൽ ഒരു ദിവസമെങ്കിലും മഹാക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അതായത് ഗുരുവായൂർ, അമ്പലപ്പുഴ, പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുന്നതും അത്യുത്തമമാണ്. ഏകാദശികളിൽ വ്രതശുദ്ധിയോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ വണങ്ങുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ജീവിതത്തിൽ വലിയ മാറ്റത്തിനിടയാകും. കൂടുതൽ ഭാഗ്യം സിദ്ധിക്കാൻ വേണ്ടി ഭാഗ്യസൂക്താർച്ചന, പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക്, പുരുഷസൂക്താർച്ചന എന്നിവ വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തമമാണ്. വിഷ്ണു ഭഗവാന്റെ കൂടുതൽ പ്രീതി ലഭ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യവും പരീക്ഷാ വിജയവും ഉത്സാഹവും വർദ്ധിക്കുന്ന ഒരു കാലമാണ്. ജാതകത്തിൽ വ്യാഴഗ്രഹം ബലവാനാണെങ്കിൽ, അതായത് വ്യാഴം ഉച്ചമാണെങ്കിലോ സ്വക്ഷേത്രം ഭവിച്ചോ നിന്നാൽ ആ ജാതകർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. കാരണം വ്യാഴം ധനകാരകനാണ്. വ്യാഴപ്രീതി വരുത്തിയാൽ ആഗ്രഹസാഫല്യം ഉണ്ടാകും. ശ്രീകൃഷ്ണ ഭഗവാനെ മുറുകെ പിടിക്കുക. ഭഗവാൻ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. എല്ലാ നക്ഷത്രക്കാർക്കും പ്രാർത്ഥനയിലൂടെ അഭിവൃദ്ധി നേടാൻ കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തെന്ന് പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ഭഗവാനോട് പറയേണ്ടതില്ല. എല്ലാം ഭഗവാൻ അറിഞ്ഞു തരും. കൃഷ്ണ തുളസി പതിവായി കണ്ണന് സമർപ്പിക്കുക. വീട്ടിൽ കൃഷ്ണവിഗ്രഹം ഉണ്ടെങ്കിൽ തുളസിയും തെച്ചിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നെയ്വിളക്ക് വ്യാഴാഴ്ചകളിൽ കൊളുത്തുന്നത് അഭികാമ്യമാണ്. വ്യാഴദശാകാലമോ വ്യാഴ അപകാരകാലമോ ആണെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും നിഷ്പ്രയാസം സാധിക്കും. കുറച്ച് അവിൽ, പഴം, കൽക്കണ്ട്, കദളിപ്പഴം ഇവ പൂജാമുറിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് പുതുവർഷത്തിൽ സകല ആഗ്രഹവും സാധിക്കുന്നതിന്. ഈ പുതുവർഷത്തിൽ ഗോചരാലുള്ള ഫലം നോക്കുകയാണെങ്കിൽ, അതായത് ചന്ദ്രാൽ, ഒരു 9 നക്ഷത്രക്കാർക്ക് കൂടുതൽ ഫലപ്രാപ്തി ലഭ്യമാകുന്ന വർഷമാണ്.
ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. ആയില്യം, തൃക്കേട്ട, രേവതി, പൂയം, അനിഴം, ഉത്രട്ടാതി, ഭരണി, പൂരം, പൂരാടം. ഇവരുടെ ജീവിതം മാറി മറിയുന്ന കാലഘട്ടമായിരിക്കും. കടബാധ്യതകൾ മുഴുവൻ ഒഴിഞ്ഞുപോകും. നിങ്ങൾക്ക് ജൂൺ മാസത്തിനു ശേഷം വിദേശയാത്ര, തൊഴിൽ നേട്ടം, വിവാഹം, നിങ്ങളുടെ കർമ്മമേഖലയിൽ കൂടുതൽ നേട്ടം എന്നിവ സിദ്ധിക്കാനുള്ള യോഗം കാണുന്നു. ദാമ്പത്യ പുരോഗതിയും മനസമാധാനവും ഉണ്ടാകും. സമ്പൂർണ്ണ രാജ്യയോഗം അനുഭവിക്കാൻ യോഗമുണ്ട്. പുതുവർഷ ആരംഭത്തിൽ തന്നെ അനുഭവത്തിൽ വന്നു തുടങ്ങും. കാരണം ശുഭഗ്രഹ ദൃഷ്ടി ഗോചരാൽ ഇവർക്ക് അനുകൂലമാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, സുഖവും സമാധാനവും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.